കാരക്ക എന്ന് പറയുമ്പം പലരും തെറ്റിദ്ധരിക്കും. ഈന്തപ്പഴത്തിന് ചില സ്ഥലങ്ങളിൽ കാരക്ക എന്ന് പറയും. പക്ഷേ ഇത് അതല്ല. ഇത് നമ്മൾ അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ വിത്തിട്ടാണ് നമ്മൾ തൈകൾ മുളപ്പിച്ചെടുക്കുക. ഇതൊരു മരം പോലെ നല്ല കുറച്ച് വൃക്ഷമായിട്ട് തന്നെ ഉയർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ചെടിയാണ്. ഇതിനകത്ത് സീസണലാണ്, എപ്പോഴും ഈ ഫ്രൂട്ട് കാണത്തില്ല. നമുക്ക് തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉപയോഗിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കവർപ്പുണ്ട്. അപ്പോൾ തിളച്ച വെള്ളം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ ആ പുറത്തെ മാംസമായ ഭാഗം കുറച്ചൊന്ന് സോഫ്റ്റ് ആവും. എന്നിട്ട് അതിനകത്ത് നമ്മൾ ഉപ്പും പച്ചമുളകും ഒക്കെ കീറിയിട്ട് ഉപ്പിലിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ മാങ്ങ നാരങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ അച്ചാറായിട്ട് തന്നെ വെള്ളം കുറച്ച് ഡ്രൈ ആയിട്ട് അച്ചാറായിട്ട് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഇപ്പം ഇത് എല്ലായിടവും ഒന്നും കാണാൻ പറ്റത്തില്ല. കാര്യം ഇത് അന്യം നിന്ന് പോകുന്ന ഒരു ഫലമാണ്. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടവും ഇത് കാണാമായിരുന്നു. വനപ്രദേശങ്ങളിലും അമ്പലങ്ങളുടെ സൈഡിലൊക്കെ കാണുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഇതിൻ്റെ തൈ കിട്ടുന്നെങ്കിൽ വാങ്ങിച്ച് നമ്മുടെ മുറ്റത്തോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തണൽ ആണ്. പിന്നെ നമുക്കിത് വർഷങ്ങളോളം ഒരു വർഷം വരെയൊക്കെ ഇത് കേടുകൂടാതെ നമുക്ക് ഭരണിയിലോ ഒക്കെ അച്ചാറായിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്.